പ്രിയരെ, ദിവസവും 10ഉം 15ലും അധികം ഹൃദയ ശസ്ത്രക്രിയകൾ ചെയ്യുന്ന ഇന്ത്യയിലെ അതിപ്രശസ്തനായ ഒരു ഡോക്ടറാണ് ഡോക്ടർ ശൈലേഷ് മേത്ത. അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ തന്നെ 6 മാസം മുൻപേ ബുക്ക് ചെയ്യണം. ഡോക്ടർ ശൈലേഷ് മേത്ത ഒരിക്കൽ ഡോക്ടർ PJ അബ്ദുൽ കലാം സാറിനെ കാണാനായിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തു. വളരെ തിരക്കുള്ള മുൻ രാഷ്ട്രപതി PJ അബ്ദുൽ കലാം അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് താങ്കൾ വന്നത്? ശൈലേഷ് മേത്ത പറഞ്ഞു, എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, എനിക്ക് 5 മിനിറ്റ് സമയം മതി. ചോദ്യം ഇതാണ്: ഈശ്വരൻ ജീവിച്ചിരിപ്പുണ്ടോ? ഈശ്വരൻ ഉണ്ടോ? അതെവിടെയാണ് വസിക്കുന്നത്? ഡോക്ടർ PJ അബ്ദുൽ കലാം ജി അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം? ശൈലേഷ് മേത്ത പറഞ്ഞു, എൻ്റെ ആശുപത്രിയിലേക്ക് 5 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു മാതാപിതാക്കൾ വന്നു. വിവിധ ആശുപത്രികളിൽ പരിശോധിച്ചിട്ടും യാതൊരു ഫലവുമില്ലാതെ ഓപ്പറേഷൻ ചെയ്താൽ പോലും വിജയിക്കില്ലെന്ന് ഉറപ്പുവരുത്തിയ പല ആശുപത്രിക്കാരും അവരെ തിരിച്ചുവിട്ടു. അവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഒന്ന് പരിശോധിക്കണം. ഞാനും ആ കുഞ്ഞിനെ പരിശോധിച്ചു. എൻ്റെ കൂടെയുള്ള 12 അംഗ ടീമും പരിശോധിച്ചു. എല്ലാവർക്കും ഉറപ്പ് വന്നു, ഈ കുഞ്ഞിനോ ഒരു ഹൃദയ ശസ്ത്രക്രിയ ചെയ്താൽ വീണ്ടും ജീവിച്ചിരിക്കുക സാധ്യമല്ലെന്ന്. ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ തിരികെ പോകണം. ഒരുപക്ഷെ ഓപ്പറേഷൻ ചെയ്യാതിരുന്നാൽ ഈ കുഞ്ഞൊരു 6 മാസത്തിലധികം ജീവിച്ചിരിക്കാം. ഓപ്പറേഷൻ ചെയ്താൽ വിജയിക്കുക സാധ്യമല്ല. എൻ്റെ അനുഭവ പരിചയത്തിൽ നിന്നാണ് ഞാനിത് പറഞ്ഞത്. എന്നാൽ ഈ മാതാപിതാക്കളുടെ നിർബന്ധം മൂലം ഞാൻ ഈ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറായി. സർജിക്കൽ ടേബിളിൽ കിടന്ന കുഞ്ഞ് എന്നോടൊരു ചോദ്യം ചോദിച്ചു, അങ്കിൾ എൻ്റെ ഹൃദയം തുറക്കാൻ പോവുകയാണോ? എൻ്റെ ഹൃദയം തുറക്കുമ്പോൾ ഈശ്വരനോട് എൻ്റെ അന്വേഷണം പറയണം. ഈശ്വരനോട് എൻ്റെ അന്വേഷണം പറയുകയും ഞാൻ തുറക്കുമ്പോൾ ഈശ്വരൻ്റെ ഭാവവും മുഖവും എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരണം. എൻ്റെ മാതാപിതാക്കൾ കുഞ്ഞുനാൾ മുതൽ ഈശ്വരൻ ഹൃദയത്തിലാണ് വസിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. കലാംജി, ഞാൻ ഓപ്പറേഷൻ ചെയ്തു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിജയിച്ചില്ല. ഓപ്പറേഷൻ പരാജയപ്പെട്ടു. ഞാൻ ആ മാതാപിതാക്കളോട് പറഞ്ഞു, സോറി, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞതല്ലേ ഓപ്പറേഷൻ ചെയ്യേണ്ടെന്ന്. മാതാപിതാക്കൾ പൊട്ടിക്കരയാൻ തുടങ്ങി. 12 അംഗ ഡോക്ടർമാർ ഈ സർജിക്കൽ ടേബിളിന് ചുറ്റും നിൽക്കുകയാണ്. ഞാൻ തിരികെ വന്നു. സർജിക്കൽ ടേബിളിൽ കൈവച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, സത്യത്തിൽ നീ ഉണ്ടോ? നീ ഹൃദയത്തിലാണോ വസിക്കുന്നത്? എനിക്ക് നിന്റെ രൂപവും ഭാവവും ഒന്ന് കാണിച്ചു തരണം. ഈ കുഞ്ഞ് എന്നോട് അത് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അലുവകളിലേക്ക് ഒരു തുള്ളി രക്തം വന്ന് വീഴുകയാണ്. എല്ലാവർക്കും സന്തോഷമായി. ലൈറ്റുകൾ തെളിഞ്ഞു. സർജിക്കൽ ടേബിൾ സജീവമായി. നീണ്ട 6 മണിക്കൂർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഈ കുട്ടി ജീവിച്ചു. ശൈലേഷ് മേത്ത അബ്ദുൽ കലാം ജിയോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞാൻ ഈ കുഞ്ഞിനെ കാണാൻ പോവുകയാണ്. ഈ കുഞ്ഞ് സൗഖ്യം പ്രാപിച്ചു. ഈ കുഞ്ഞെന്നോട് ചോദിക്കും, എന്താണ് ഈശ്വരൻ്റെ രൂപവും ഭാവവും എന്ന്. അബ്ദുൽ കലാം ജി ഡോക്ടർ ശൈലേഷ് മേത്തയോട് പറഞ്ഞു, യെസ്, താങ്കൾ ആ കുഞ്ഞിനെ പോയി കാണണം. താങ്കൾ പറയണം ഈശ്വരൻ്റെ രൂപവും ഭാവവും എന്താണെന്ന്. നിങ്ങൾ പറയണം, ഞാൻ ഈശ്വരനെ കണ്ടു. ഈശ്വരൻ്റെ രൂപം ഒരു രക്തത്തുള്ളിയുടെ രൂപത്തിൽ നിന്റെ ഹൃദയത്തിൽ വന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പ്രിയരെ, സത്യത്തിൽ ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങൾ ദൈവചിന്തയിലായിരിക്കുമ്പോൾ ദൈവം നമ്മളിലുണ്ട്. സ്വർഗം നമ്മുടെ ഹൃദയത്തിലാണ്. പരസ്പരം സ്നേഹിച്ച് അപരനെ സ്വന്തമാക്കി നമ്മുടെ സഹോദരനായി കാണാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ ഉള്ളിലുള്ള ദൈവം ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. 1 യോഹന്നാൻ 4:4. താങ്ക് യു.